നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് നമുക്ക് പോവാം. പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളും പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക, ചാനലിൽ അംഗങ്ങളാവുക. അപ്പോഴാണ് നിങ്ങളുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. അവസാനം വരെ കാണുക. പലതരം ലവ് കാർഡുകൾ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് മാത്രം കരിയർ, ഹെൽത്ത് ഇത് പറയുന്നുണ്ട്. പൊതുവായ കാര്യങ്ങളും. നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നലെ ഞാനൊരു റീലിട്ടിരുന്നു. പരിഹാരം മാത്രം ചോദിച്ചു വരുന്നവർക്ക് ഇതുവരെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ പരിഹാരം ഞാൻ ചെയ്തു കൊടുക്കും. അതിന് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. അത് ഞാൻ അവിടെ തരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് പരിഹാരം വേണമെന്നുള്ളവർ സമീപിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. പരിഹാരം എന്ന് പറഞ്ഞാൽ ടാരോ റീഡർമാർ വാങ്ങുന്നത് 10,000 കണക്കിന് രൂപയാണ്. കാരണം അവരെന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. സ്നേഹമില്ലാത്ത ഒരാൾക്ക് സ്നേഹമുണ്ട്, ടിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെയാണ് അവരുടെ പൂജയും ഒക്കെ. ഞാനാണ് ഇവിടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ടാരോ റീഡർ. നിങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ പരിഹാരം ഫലിക്കൂ എന്നാണെങ്കിൽ ഞാൻ 10,000 വാങ്ങാം. കാരണം ഒന്നും അറിയാത്ത ഇവർ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങളൊന്നുമല്ല ഞാനിവിടെ കാണിക്കുന്നത്. പവർഫുള്ളായിട്ടുള്ള ഒരു പൂജയാണ് ചെയ്യുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. അത്രയ്ക്കും ശക്തമായൊരു പൂജയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്ത് തരം ദോഷങ്ങൾക്കും ശമനം കിട്ടാനുള്ള പൂജയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക. ചെറിയൊരു തുകയെ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. വേണമെങ്കിൽ സമീപിക്കാം. അപ്പോൾ 10,000 50,000 എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്കും തരാനൊക്കെ ആളുകളുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇങ്ങേപ്പുറത്ത് ആശുപത്രിയിൽ 1,00,000 രൂപയുടെ ഇഞ്ചക്ഷൻ വരെ എടുക്കുന്ന രോഗങ്ങൾ വരുന്ന ആളുകളുണ്ട്. ഞാനതാണ് ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ ചെയ്തു തരുന്നതിന് ഒരു ചെറിയ ദക്ഷിണ പോലെ തന്നെ വാങ്ങുന്നുള്ളൂ. ഇവിടെ നമ്മൾ മതമോ ജാതിയോ ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങളുടെ ബന്ധം ചോദിക്കുന്നില്ല, വയസ്സ് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രണയമുണ്ടോ, ഒരാളെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ, അവരുടെ മനസ്സെന്താണ് എന്നാണ് പറയുന്നത്. വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെ ഒരു ഓട്ടം നടത്തിയിട്ട് പോയി, അതുപോലെ ആയിരിക്കില്ല ഇന്ന്. സാധാരണത്തെ റീഡിങ് തന്നെയാണ് എല്ലാവരും കാണുക. നമുക്ക് കാർഡുകളിലേക്ക് പോയാലോ. കിങ് കപ്പാണ് വന്നിരിക്കുന്നത്. 8 കപ്പ് വന്നു. ഫുൾ കാർഡ് വന്നു. 10 വാണ്ട്, ഇമോഷണൽ ബാഗേജ്, ചാരിയറ്റ് വന്നു. ജസ്റ്റിസ് വന്നു. ക്വീൻ ഓഫ് കപ്പ് വന്നു. ഡ്രീം കാണുന്ന കാർഡ് വന്നു. കിങ് സോഡ്സ് വന്നു. 6 പെൻഡക്കൾ വന്നു. 3 പെൻഡക്കൾ വന്നു. ഇവിടെ അഫ്രോഡൈറ്റ് വന്നിട്ടുണ്ട്, ക്രോണസ് വന്നിട്ടുണ്ട്, പോസിറ്റോൺ വന്നിട്ടുണ്ട്, യുറാനസ് നെപ്റ്റ്യൂൺ വന്നിട്ടുണ്ട്, കുജ വന്നിട്ടുണ്ട്, ഹെർമീസും വന്നിട്ടുണ്ട്. അപ്പോൾ പല പേരുകൾ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഇതിൽ പലരും ശത്രുക്കളും ഇതിൽ പലരും മിത്രങ്ങളുമാണ്. ചതയം പൂരൂരുട്ടാതി ഉത്രട്ടാതി, പുണർദം പൂയം ആയില്യം, ഉത്രാടം തിരുവോണം അവിട്ടം, ഇതൊക്കെയാണ് നാളുകൾ. ഓറിയോൺ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഓറിയോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറാണെന്ന്. അല്ല, ഒരു കൂട്ടം സ്റ്റാറുകളാണ്. 13 എണ്ണത്തോളം വരും. അപ്പോൾ ഈ 27 നാളുകാർക്കും ഇത് ബാധകമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. ഇനി നമ്പറുകൾ നോക്കാം. 4 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, വട്ടപ്പൂജ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. നമുക്ക് പോവാം ആദ്യത്തെ കിങ് കപ്പിലേക്ക്. സഹാനുഭൂതിയുണ്ട്, ആഴത്തിലുള്ള വൈകാരിക ബുദ്ധിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രണയം ഡീപ്പാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷേ ഇവിടെ ഈ രാജാവിനൊരു കഴിവുള്ളത് ഈ ഒഴുക്കിലങ്ങ് ഒഴുകിപ്പോവില്ല എന്ന് പറയുന്നത്. അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, അത് പ്രണയമാവാം, മറ്റെന്തെങ്കിലും പ്രശ്നമാവാം, അതിൽപ്പെട്ടങ്ങ് മുന്നോട്ട് പോകുന്നവരാണ് നമ്മളിൽ പലരും. അതിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ കഴിയാറില്ല. ഇമോഷണൽ കൺട്രോളുള്ള രാജാവിനെയാണ് ആദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. ഹെൽത്തി ലവ് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യകരമായ പ്രണയം അത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള കാർഡുകൾ അതിന് അനുവദിക്കുമെന്ന് നമുക്കറിയില്ല. ആദ്യത്തെ കാർഡാണ് പറയുന്നത്. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്, അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും.
കാരണം ഇവിടെ കിങ് കപ്പാണ് വന്നിരിക്കുന്നത്, ഭർത്താവ് അച്ഛൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ ഒരാളുടെ ഭർത്താവായിരിക്കാം, അച്ഛനായിരിക്കാം. അപ്പം നിങ്ങളോട് സ്നേഹമുണ്ടെന്നിരിക്കട്ടെ, അത് എല്ലാവരും കേൾക്കച്ചല അല്ലെങ്കിൽ കാണച്ചല പ്രവർത്തിക്കണം എന്നുണ്ടോ? അത് പാടില്ലല്ലോ. അപ്പം അതിനെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ് എന്നറിയുന്നത്, വിദഗ്ധനാണ്. എന്നാൽ ഡീപ്പ് ലവ് ആയിരിക്കും, ആഴത്തിലുള്ള പ്രണയമായിരിക്കും, അതിന് യാതൊരു തർക്കവും വേണ്ട. യു വിൽ റീപ്പ് വാട്ട് യു ഹാവ് സോൺ. ഇങ്ങനെ വിചാരിക്കുന്ന രാജാവാണ്. നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുക, നീ വിതയ്ക്കുന്നത് നീ കൊയ്യും എന്നുള്ളൊരു തത്വജ്ഞാനമുള്ള രാജാവാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് സ്നേഹമുണ്ടെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവരെ കണ്ണീരിലാഴ്ത്തിയിട്ട് നിങ്ങളിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അയാൾ അവരെ കരയിച്ച് നിങ്ങളിലേക്ക് വന്നാൽ അതിൻ്റെ അനന്തരഫലം അവരനുഭവിക്കുന്നുള്ളത് അറിയാം ഇയാൾ അല്ലെങ്കിൽ നിങ്ങൾ. ഇനി നിങ്ങളെ കരയിച്ച് അവരിലേക്ക് പോയാൽ, നിങ്ങൾക്ക് ഇത്തിരി മോഹമൊക്കെ തന്ന് അവരിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഃഖവും അവരെ ബാധിക്കുന്നറിയാം. അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് രണ്ടുപേരെയും വേദനിപ്പിക്കാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. രണ്ട് ബന്ധങ്ങളുണ്ടെങ്കിൽ ഫോർവേഡ് തിങ്കിങ് ഡിറ്റാച്ച്മെൻ്റ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ മുന്നോട്ട് എന്ത് വേണം, ഇത് മുന്നോട്ട് പോയില്ലെങ്കിൽ മറ്റേ വ്യക്തിക്ക് സങ്കടമാവും, നിങ്ങൾക്ക് സങ്കടമാവും. ഇനി അവരൊരു കുടുംബത്തിൻ്റെ കൂടെയാണ് കഴിയുന്നതെങ്കിൽ അവരിൽ നിന്ന് പെട്ടെന്ന് അകന്നു കഴിഞ്ഞാൽ അവർക്കും സങ്കടമാവും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടാൻ പറ്റുക വിവാഹിതര ബന്ധമായ നിങ്ങളുമായിട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് അകലത്തിലാണ് പെരുമാറാറ്. എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിങ്ങളോട് നിൽക്കാറ്. നിങ്ങൾക്കും വേദനിക്കരുത്, മറ്റേ ആൾക്കും വേദനിക്കരുത്, രണ്ടുപേരും സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവല്ലേ. അതുപോലുള്ളൊരു വ്യക്തിയാണ്, വിവേകിയാണെന്നാണ് ഇവിടെ പറയുന്നത്. യുറാനസ് ബ്രിങ് സഡൻ എഫേമറ. അതുകൊണ്ട് ഈ പ്ലാനറ്റ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഘട്ടത്തിലൊക്കെ ഒരു ഇടവേള എടുത്തു എന്ന് വരും. പക്ഷേ സൂചിപ്പിച്ചിട്ടുണ്ടാവാം ഞാൻ കുറച്ച് ദിവസം വിളിക്കില്ല എന്ന്. പെട്ടെന്ന് ഒരു ഇടവേള എടുക്കുക, പെട്ടെന്ന് ചില മാറ്റങ്ങൾ കാണുക. ഇതൊക്കെ നിങ്ങളുടെ ബന്ധം സന്തുലിതമായി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ വ്യക്തി പാടുപെടുകയാണ് എന്ന് പറയുന്നത്. അൺകോംപ്രമൈസിങ് ഡെഡിക്കേഷൻ ടു ദ ഫാക്റ്റ്. വസ്തുതകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമർപ്പണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങളാണ് എടുക്കുന്നത്. കാരണം ആൾക്കറിയാം ഇന്ന തീരുമാനം എടുത്താൽ മറ്റേ ആൾക്ക് വേദനിക്കും, ഇന്ന തീരുമാനം എടുത്താൽ ഈ ആൾക്ക് വേദനിക്കും. അപ്പോൾ അതിനെ അതുപോലെ നോക്കിക്കാണാൻ, അതെങ്ങനെയാണ് നൈസായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എന്ന്, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഈ വ്യക്തിക്ക് ഇത്തിരി കഷ്ടപ്പാടുണ്ടായാലും അതിനോടൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയുന്നത്. ഒരു സമർപ്പണ മനോഭാവമാണ് രണ്ടുപേരോടും. ചില ആളുകൾ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കുക. ഇത് കാണാനിരിക്കുന്നവരിൽ 99 അല്ലെങ്കിൽ 100% പേരും വിവാഹിതര ബന്ധമാണ്. 1% ഉണ്ടാവും അവിവാഹിതർ അല്ലെങ്കിൽ ദമ്പതികൾ. കൂടുതലും പേര് വിവാഹിതര ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് കാണുന്നത്. ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്തിരി കഷ്ടപ്പാട് നേരിടേണ്ടി വന്നാലും രണ്ട് വീട്ടുകാരെ വേദനിപ്പിക്കാതെ അതെങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന് അറിയുന്ന ഒരാളാണ് എന്നാണ് അവിടെ പറയുന്നത്. ഈ ഘട്ടങ്ങളിൽ അവർ ചെയ്യുന്നത് സെർച്ച് ഓഫ് സംതിങ് ഡീപ്പർ എന്നാണ്. വരുംവരായികകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ആളാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവർക്കാണ് അബദ്ധങ്ങൾ പറ്റുന്നത്. ഈ വ്യക്തിക്ക് അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. കയ്യിലിരിക്കുന്ന കപ്പ് എപ്പോഴും നിങ്ങൾക്ക് അകലത്താണ് എന്നേ ഉള്ളൂ, തരാൻ കഴിയുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണത്. അതിന് ഇവിടെ ഒരു കാരണം പറയുന്നത് ക്രോണസിന് അക്യൂറിയസ് ആണ്, അതുകൊണ്ടാണ് തരാൻ കഴിയാത്തത്. ഇനി ഇവിടെ തന്നെ ലൂണ പറയുന്നു ബൗണ്ടറി ലെസ്നെസ് ആൻഡ് ഡ്രീംസ്. അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കാറുണ്ട്, ഇത്രയും അതിർവരമ്പുകളില്ലായിരുന്നെങ്കിൽ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം സഫലമായെങ്കിൽ. അപ്പോൾ ഈ വാക്കിൽ നിന്ന് നിങ്ങളോടുള്ള പ്രണയം മുഴുവൻ തന്നു കഴിഞ്ഞു ആ മെസ്സേജ്. അപ്പോൾ ഒരാളിവിടെ ബൗണ്ടറിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, വിവേകത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, വരുംവരായകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്നാൽ സ്വപ്നത്തിൻ്റെ കാരകനായ, മനസ്സിൻ്റെ കാരകനായ ലൂണ പറയുന്നു, ഈ അതിർവരമ്പുകളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ, എനിക്ക് എപ്പോഴും അവരോടൊപ്പം കഴിയാൻ കഴിഞ്ഞെങ്കിൽ, എൻ്റെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ കഴിഞ്ഞെങ്കിൽ. യഥാർത്ഥത്തിലുള്ള അവരുടെ മനസ്സ് അതാണ്. ഇന്നോവേറ്റീവ് വേവ്സ് ഓഫ് വ്യൂവിങ് റിയാലിറ്റി. യാഥാർത്ഥ്യം അയാൾക്ക് അറിയാം, എന്നാലും അയാൾ സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്താൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ, പുതിയ വഴികൾ തേടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പല തടസ്സങ്ങളും ഉണ്ട്. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾ മാത്രമാവണമെന്നില്ല, അവിവാഹിതനാണെങ്കിലും
നിങ്ങളിലേക്ക് എത്താൻ പല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ പുതിയ വഴികൾ അയാൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായി നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്വപ്നങ്ങൾ നിങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിരുകളെല്ലാം ലംഘിച്ച് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള അവിവേകം ചെയ്യാത്ത ആളാണ്. കാത്തിരിക്കുകയാണ് ക്ഷമയോടുകൂടി. അത് സിംഗിളാവാം, കപ്പിളാവാം, വിവാഹേതര ബന്ധവുമാവാം. ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ ഇതുള്ള വ്യക്തിയാണ്. നല്ല അച്ചടക്കമുള്ള ആളാണ്. നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളൊരു നല്ല വ്യക്തിയാണെന്നാണ് ഇവിടെ ആദ്യം മുതലേ സൂചിപ്പിക്കുന്നത്. റിക്വയർ ടു ലീവ് എ ടയറിങ് റൂട്ടീൻ. ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്കൊരു വാണിംഗ് തരികയാണ്. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഒരു പതിവ് ഉപേക്ഷിക്കേണ്ടതുണ്ട്. ബിൽഡ് ട്രൂ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടത് ഈ ത്യാഗമാണ്. എന്നിട്ട് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ടാകുന്ന യഥാർത്ഥ വൈകാരിക സംതൃപ്തി കെട്ടിപ്പടുക്കുക എന്നാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം ഉപേക്ഷിച്ചാലാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഒരുപാട് സത്യസന്ധനായാലും ഒരുപാട് മറ്റുള്ളവരെയും വേദനിപ്പിക്കില്ല, നിങ്ങളെയും വേദനിപ്പിക്കില്ല എന്നുള്ള സ്വഭാവമായാലും രണ്ടു പേർക്കും സന്തോഷം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറയാതെ പറയുകയാണ് അവിടെ. ഒരാളെങ്കിലും സന്തോഷിപ്പിക്കണ്ടേ? അപ്പോൾ രണ്ടുപേരെയും സ്വീകരിക്കാതിരിക്കുക, ഒരാൾ മതി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോവുക. അതിനിടയിൽ വേറൊരാളെ ക്ഷണിച്ചുവെങ്കിൽ അവരെങ്ങനെ കാത്തിരുത്താതെ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. സ്നേഹമോ ഒരു മെസ്സേജോ ഒരു വാക്കോ ഒരു പുഞ്ചിരിയായിരിക്കാം, എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി ചില എത്തിക്സുകളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. എത്തിക്സിലൂടെ ജീവിക്കുന്നവർ ഒരിക്കലും വിവാഹേതര ബന്ധങ്ങളിൽ പോയി പെടാൻ പാടില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു ആളാണ്. അവർക്ക് സന്തോഷം കൊടുക്കാതെ ഇവിടെ സത്യം ജയിക്കട്ടെ, നീതി ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക. സെപ്റ്റ് എവേ ബൈ ദം. അവരാൽ നിങ്ങൾ ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. ആ പ്രണയത്തിൽ വിശ്വസിച്ച് നിങ്ങളങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അവർ നീതിശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ കപ്പ് എപ്പോഴും കൈ പിടിച്ചിരിക്കുകയാണ്, തരുന്നില്ല എന്നാണ് മൊത്തത്തിൽ പറയാനുള്ളത്. നിങ്ങളാണെങ്കിൽ ആ ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് കൊളാബറേറ്റീവ്ലി ബിൽഡ് എന്നാണ് പറയുന്നത്. ഈ ബന്ധേ സഹകരണത്തോടുകൂടി കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. ഇവിടെ ഗിവ് ആൻഡ് ടേക്ക് പവർ ഇംബാലൻസ് എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലുകൾ അസന്തുലിതാവസ്ഥയിലാണ്. നിങ്ങളങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അവരുടെ പ്രണയത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരങ്ങനെ സ്വയം മറന്ന് നിങ്ങൾക്കൊന്നും തരുന്നില്ല. തരാൻ സമയമാവട്ടെ, അത് ശരിയാണോ, ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല. അതാണ് ഇവിടെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. പാർട്ട്ണർ ഈസ് യൂഷ്വലി പ്ലേയിങ് ദ സേവിയർ. രക്ഷകനായി അഭിനയിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അത് തരില്ലേ, വെറും കാട്ടിക്കൂട്ടലാണെന്ന് നിങ്ങൾ സംശയിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. കൊടുക്കൽ വാങ്ങലുകൾ സന്തുലിതമല്ലാതായപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, സ്വാഭാവികം. ഫീൽ ഇമോഷണലി ഇൻഡെപ്റ്റഡ്. അപ്പോൾ അവർ വീട്ടുകാരോടാവാം പങ്കാളിയോടാവാം വൈകാരികമായി കടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നോടിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുക്കൽ വാങ്ങലുകൾ ശരിയല്ല, ഞാൻ കൊടുക്കുന്ന അത്ര കിട്ടുന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ആൽബിയേറ്റ് പെയിൻഫുൾ ഇമോഷണൽ വിത്ഡ്രാവൽ. വളരെ വേദനയോടെയാണെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് മാനസികമായിട്ട് അകലാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ 8 കപ്പ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കാർഡിലേക്കാണ് ഞാൻ വന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ തോന്നുന്നുണ്ട് ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്, അവരോട് വൈകാരികമായി കടപ്പെട്ടതുകൊണ്ടാണോ, അതോ അഭിനയിച്ച് തകർക്കുകയാണോ എൻ്റെ മുന്നിൽ, എന്തായാലും എനിക്കിത് സഹിക്കാൻ വയ്യ, ഞാനിതാ പിൻവാങ്ങുന്നു. നിങ്ങൾ പിൻവാങ്ങി, അതാണ് 8 കപ്പ് പറയുന്നത്. വളരെ വേദനയോടെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ലീവിങ് ടു സെവിയർ ഇമോഷണൽ ബേൺ ഔട്ട്. ഇത് നിങ്ങൾക്ക് ഉള്ളു പൊള്ളിക്കുന്നൊരു കാര്യമാണ് എന്ന് പറയുന്നത്. വൈകാരികമായ പൊള്ളൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ പെയിൻ, അത് നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. സത്യത്തിൽ ആ വ്യക്തി നല്ലവനാണ്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഒന്നും അവരെ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തോന്നുന്നത്. നിങ്ങളിങ്ങനെ ഭയങ്കരമായി കാത്തിരിക്കുക. ഒന്ന് വിളിക്കുമ്പോൾ പറയും കൂടെ പങ്കാളി ഉണ്ടെന്ന്, ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ പറയും ഞാൻ തിരക്കിലാണെന്ന്. ഇനി ഒന്ന് കാണാൻ ആഗ്രഹിച്ചാൽ ഇന്ന് പറ്റില്ല. ഇങ്ങനെ നിങ്ങളെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇയാൾ വിവേകം ആലോചിച്ച് മുടക്കിക്കൊണ്ടിരുന്നാൽ വിവേകമാണോ നിങ്ങളെ അയാളുടെ ബന്ധത്തിലേക്ക് വലിച്ചിട്ടത്? അല്ലല്ലോ. അയാൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയല്ലേ. പിന്നെ നല്ലവനായിട്ട് കാര്യമുണ്ടോ? ഒന്നുകിൽ ഒരാളെ അങ്ങനെ അവനവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക, കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവുക.
ഓവർലി ട്രാൻസാക്ഷണൽ റൊമാൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രണയത്തിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കുറേ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ കപ്പും കയ്യിൽ പിടിച്ചതാ ഇപ്പം തരാം, നാളെ തരാം, കുറച്ച് കഴിഞ്ഞ് തരാമെന്നും പറഞ്ഞ് നിങ്ങളെങ്ങനെ ആശിപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓവർവെൽമിഡ് ബൈ ദി എഫേർട്ട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള എഫർട്ടുകൾ കാരണം നിങ്ങൾ തളർന്നു പോയി എന്ന് പറയുന്നത്. ആ ഭാഗത്തു നിന്ന് നീതി നിയമവും സത്യസന്ധതയും മാത്രം കാത്തു രക്ഷിക്കുക, രണ്ടുപേരും വേദനിപ്പിക്കാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുക. ഇതൊക്കെ കാരണം നിങ്ങൾ പരിപൂർണമായും തളർന്നു. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് മാനസികമായ വൈകാരികമായ സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നു, കഠിനമായ പരിശ്രമങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിനൊരു മാറ്റമോ പരിവർത്തനമോ ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ നിങ്ങൾ തളർന്നു എന്നാണ് 8 കപ്പ് പറയുന്നത്. വെയ്റ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് യുവർ സെൽഫ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ ഭാരം, പങ്കാളിത്തത്തിൻ്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന ഒരാളാണ്. ഇമോഷണൽ കോസ്റ്റ് ഈസ് ടു ഹൈ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്നതേ വൈകാരികമായ സ്നേഹമുണ്ടല്ലോ, അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളീ കൊടുക്കുന്ന സ്നേഹം അയാൾ അറിയുന്നില്ലെങ്കിലും പ്രപഞ്ചം അറിയുന്നു. അതിന് പ്രപഞ്ചം ഒരു വിലയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിലയിടാൻ കഴിയാത്തത്ര നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോയി എന്നൊക്കെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ ഒരാൾ ഭയങ്കരമായി സ്നേഹിക്കുന്നു, മറ്റേ ആൾ നീതി നിയമമൊക്കെ ആലോചിച്ച് കപ്പ് കയ്യിൽ വെച്ച് തരാതിരിക്കുന്നു. അതാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇനി മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ഫൂളാണ്, അല്ലെങ്കിൽ വട്ടപൂജ്യമായി മാറുകയാണ്, ബ്ലാങ്കാണ്, അവിടെ ഒന്നുമില്ല. ഒരു ഇരുണ്ട വശമായിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രണയം തോന്നുന്നത്. 8 കപ്പാണല്ലോ ഇവിടെ നിൽക്കുന്നത്. 3 പെൻഡക്കൾ. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ജോലിയിലൊക്കെ തിരക്കുണ്ട്, വീട്ടിലൊക്കെ ഭാഗം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നവരും ഇവിടെ കാണുന്നുണ്ട്. ഇനി വന്നിരിക്കുന്ന 10 വാർഡാണ്. ഇമോഷണൽ ബാഗേജ് തന്നെയാണ്, അത് നിങ്ങളാണ് ചുമക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഇതിന് എഫർട്ട് ഇട്ടുന്നത്, നിങ്ങൾ തന്നെയാണ് ഈ ഭാരം ചുമക്കുന്നത്. നിങ്ങളുടെ ഈ ഡെഡിക്കേഷൻ പ്രപഞ്ചം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചാരിയേറ്റാണ് വന്നിരിക്കുന്നത്. ചാരിയേറ്റ് പറയുന്നു ഇരുവഴി പോവുക എന്നല്ല, ഇരുവഴിയാണ് ചിന്തകൾ എന്നാണ്. അയാൾ ചിന്തിക്കുന്നതല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, രണ്ടുപേരും ഓപ്പോസിറ്റായ ചിന്തകളാണ്. ഇനി വന്നിരിക്കുന്നു നീതി ദേവത. ഇവിടെ നീതി കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നീതി കിട്ടാനുള്ള സാധ്യതയാണല്ലോ അവസാനത്തെ മെസ്സേജ് തന്നത്. നിങ്ങളുടെ അർപ്പണബോധം പ്രപഞ്ചം മനസ്സിലാക്കുന്നുണ്ട്, ഇതിനൊരു മാറ്റം ഉണ്ടാവും, കാത്തിരിക്കൂ എന്നാണ് പറയുന്നത്. കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളും തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി കിങ് സോഡ്സ് ആണ്. അവരെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പാരൻ്റ് ഉണ്ട്, അതൊരു പുരുഷനാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് വന്നത് പറയുന്നുണ്ട് അവരുടെ വേദനകളൊക്കെ നിങ്ങൾ സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ കിങ് കപ്പും ക്യൂൻ കപ്പുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സ്നേഹമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സ്നേഹമുള്ള ആളാണ്, പ്രവർത്തിക്കില്ല എന്നേ ഉള്ളൂ. എപ്പോഴും ഡ്രീം കാണുന്ന ആൾ നിങ്ങളാവാം, അല്ലെങ്കിൽ അവരാവാം. അല്ലെങ്കിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നവർ മോഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഡ്രീമിൽ വന്നിരിക്കുന്നത്. നിങ്ങളും ഡ്രീം കാണുന്നുണ്ട്. അപ്പോൾ ഡ്രീം കാണുന്ന മാത്രം 2 പേരെയാണ് കാണുന്നത്, പ്രവർത്തിക്കുന്നില്ല. നിങ്ങളിങ്ങനെ അവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നു, ഭയങ്കരമായി സ്നേഹിക്കുന്നു, ഇന്ന് വരും നാളെ വരും ഇങ്ങനെ കാത്തിരിക്കുന്നു. കാരണം അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാത്തത്. എപ്പോഴും പോസിറ്റീവായ ചിന്തകൾ തന്നെയാണ്. നല്ല അനുഭവങ്ങളെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദിവസങ്ങളിങ്ങനെ പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രണയം പങ്കുവയ്ക്കപ്പെടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളാണെങ്കിൽ അത്രയ്ക്കും അവരെ സ്നേഹിക്കുന്നു, അതിനനുസരിച്ച് അവർ തരണ്ടേ എന്നാണ് ഇവിടെ പ്രപഞ്ചം ചോദിക്കുന്നത്. അതാണ് അവനവൻ്റെ വീടുകളിലല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മാറി മാറി പ്ലാനറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും വിപരീതമായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ ആ വ്യക്തി സ്നേഹിക്കുന്നില്ല എന്നല്ല പോസിറ്റീവ് മെസ്സേജിൽ പറയുന്നത്. സ്നേഹിക്കുന്ന വ്യക്തിയാണ്, തരാനാണ് കഴിയാത്തത്. സത്യസന്ധനാണ്, അതാണ് ഇവിടെ കുഴപ്പം. അയാൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നുള്ളതാണ് അയാളുടെ ദൗർബല്യം. അതുകൊണ്ട് അയാൾക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ ഇല്ല, അവരെ ഇല്ല. ഇനിയിപ്പോൾ വീട്ടുകാരുണ്ടെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിച്ചാൽ അപ്പോൾ നിങ്ങളെ ഓർമ്മ വരും, അപ്പോൾ വേണ്ടാന്ന് വിചാരിക്കും. നിങ്ങളെ സ്നേഹിച്ച വീട്ടുകാരെ ഓർമ്മ വരും, അപ്പോൾ വേണ്ടാന്ന് വിചാരിക്കും. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിച്ച് സ്വയം ആർക്കും ഒന്നും കൊടുക്കാതെ കപ്പും പിടിച്ചിരിക്കുന്ന രാജാവിനെയാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഒരുപാടൊക്കെ സഹിച്ചു, മാറിപ്പോയാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി, നാടകം കളിക്കുകയാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. എനിക്കിതൊന്ന്
പോകണം, മൂവ് ഓൺ ചെയ്യണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് നിങ്ങളുടെ മാനസികാവസ്ഥയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗമാണ് ഇന്ന് പ്രപഞ്ചം വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം അറിയുന്നുണ്ടെന്നും ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നുമാണ് പറയുന്നത്. നീതിദേവത നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ അഫ്രോഡേറ്റ് ആണ് നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കൊരു നീതി കിട്ടും. ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. നെഗറ്റീവ് വന്നിരിക്കുന്ന കിങ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരില്ല എന്നുള്ള മനോഭാവത്തിലിരിക്കുന്ന രാജാവ്. 8 കപ്പ് നിങ്ങൾക്ക് നിവർത്തിയില്ലാതെ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഫുൾ അവർ ഡ്രാമ കളിച്ചാണ് നിങ്ങളെ വശീകരിച്ചത് എന്നാണ് പറയുന്നത്. 3 പെൻറ്റക്കിൾ മൂന്നാമത്തൊരു പ്രണയമുണ്ടായി. 10 വാണ്ട് ഇപ്പോൾ നിങ്ങളെ ശല്യമായി തോന്നുകയാണ്. ചാരിയറ്റ് ഇരുവഴി പിരിഞ്ഞു, നീതി കിട്ടിയില്ല. 6 പെൻറ്റക്കിൾ സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. കിങ് സോഡ്സ് നിങ്ങളെ ഭയങ്കര കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവമായിരുന്നു. ക്യൂൻ കപ്പ് നിങ്ങൾ ഇപ്പോഴും അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. ഡ്രീം നിങ്ങൾക്കതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് നെഗറ്റീവ് പറയാനുള്ളത്. ഒരുറക്കത്തിൽ നമ്മുടെ ബാണാസുരൻ്റെ മകൾ ഉഷ ഒരു കിനാവ് കാണുകയാണ്, സുന്ദരനായ ഒരു പുരുഷനെ. അങ്ങനെ ഉറക്കമുണർന്ന അവൾ ചിത്രം വരയ്ക്കുന്ന കൂട്ടുകാരി ചിത്രലേഖയോട് പറയുകയാണ്, ഒരു പുരുഷനെ ഞാനിന്ന് കണ്ടെത്തി, അയാളെ എനിക്ക് വേണം, അയാളെ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയുകയാണ്. ഏത് പുരുഷനെയാണ്? കുമാരി പറയൂ, ഞാൻ ചിത്രത്തിലൂടെ പറഞ്ഞുതരാം എന്നാണ് പറയുന്നത്. അങ്ങനെ തോഴി ഒരുപാട് വീരപുരുഷന്മാരുടെ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്തു. അർജുനൻ അതുപോലുള്ള കുറേ ആളുകളുടെ, അവരൊന്നും അല്ല എന്ന് പറയും. അവസാനം കണ്ണൻ്റെ ചിത്രം വരച്ചു കൊടുത്തു. ഏകദേശം ഇതുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ്റെ മകൻ പ്രദ്യുമ്നൻ്റെ ചിത്രം വരച്ചു കൊടുത്തു. കുറച്ചുകൂടി സാമ്യമുണ്ടെന്ന് പറഞ്ഞു. അവസാനം അനിരുദ്ധൻ്റെ ചിത്രം വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് ആ പുരുഷൻ എന്ന് പറയുകയാണ്. അങ്ങനെ രാത്രിക്ക് രാത്രി ഈ ചിത്രലേഖ ഒരുപാട് തന്ത്രങ്ങൾ അറിയുന്ന ആളാണ്. ഉറക്കത്തിൽ അനിരുദ്ധനെ കട്ടുകൊണ്ട് പോരുകയാണ്. അത്രയും കഴിവുള്ള തോഴിയാണ്. അങ്ങനെ അവരൊരുമിച്ച് പ്രണയിച്ച് ജീവിക്കുകയാണ്, രഹസ്യമായിട്ട് ജീവിക്കുകയാണ്. അതറിഞ്ഞ ബാണാസുരൻ കണ്ണനുമായി യുദ്ധത്തിന് പോവുകയാണ്. ആ കഥയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത്രയും പ്രണയം എന്ന വികാരത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഒരാൾക്ക് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ആ രൂപം മുന്നിൽ കാണുമ്പോഴുള്ള പ്രണയം, അത് ഇന്നതാണെന്നോ ഇന്ന ബന്ധമാണെന്നോ ഇന്ന പ്രായമാണെന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ആർക്കോ ആരോടോ തോന്നുന്ന ആ ഫീലിംഗ് പ്രണയം എന്ന് പേര് വിളിച്ചു. അത് കാരണം വലഞ്ഞവരാണ് ഇത് കാണാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ചിത്രലേഖ കൊണ്ടുവന്നിട്ടായിരിക്കില്ല കാണുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് ചിത്രലേഖ എന്ന് ഫോണിനെ കണക്കാക്കാം. ഫേസ്ബുക്ക് അങ്ങനെ ഓൺലൈൻ മീഡിയ വഴി പലതും ഉണ്ടല്ലോ, കണ്ടുമുട്ടുന്നവരാണ്. ഞാൻ എഴുതുന്ന കാരണം പല സൈറ്റുകളും ഞാൻ സന്ദർശിക്കാറുണ്ട്. അതിലൊക്കെ ഓരോ കഥയും കവിതയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ സൈറ്റുകളിൽ ഞാൻ പോയി എഴുതാറുണ്ട്. അതൊക്കെ എഴുത്തുകാരുടെ മാത്രം സൈറ്റുകളാണ്. അതുപോലെ നിങ്ങൾ ഈ ചാറ്റ് ചെയ്യുന്നവർക്ക് എന്തൊക്കെ സൈറ്റാണെന്ന് എനിക്കറിയില്ല. അതൊന്നും എനിക്കില്ല. ഇനി ഇൻസ്റ്റയൊന്നും എനിക്കില്ല. ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ചിത്രലേഖ കൊണ്ടുവന്ന അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായിരുന്നു. അതുപോലെ ആവില്ല നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ കൊണ്ടുവരുന്ന അനിരുദ്ധന്മാർ. അതൊന്ന് മനസ്സിലാക്കുക. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനെ കള്ളത്തരം പറയുന്നവരുടെ അടുത്ത് പോയി നോക്കിയാൽ അത് മനസ്സിലാവില്ല. അവർ നിങ്ങളെ സന്തോഷിപ്പിച്ച് കാശ് വാങ്ങി പറഞ്ഞയക്കും. നിങ്ങൾക്ക് സന്തോഷമാണോ വേണ്ടത്, സത്യമാണോ അറിയേണ്ടത്? വേണമെങ്കിൽ സമീപിക്കുക. അത് എത്ര കഠിനമായതാണെങ്കിലും നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും. അത് പറയാനാണ് ഇവിടെ പറയുക. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റീഡിങ് എടുത്തത്. ആദ്യം ഫോർവാർഡ് എന്ന കാർഡാണ് വന്നത്. അത് 2 രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ചോദിച്ച ആൾക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. ഒന്ന് വിവാഹ നിശ്ചയം, വിവാഹം എന്നാണ്, അടിത്തറയുള്ള കുടുംബം എന്നൊക്കെയാണ്. മറ്റൊന്ന് പറയുന്ന നെഗറ്റീവായി പറയുകയാണെങ്കിൽ ഡ്രാമ കളിക്കുന്ന ആളാണ് എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിക്ക് ഞാനെന്ത് വിചാരിച്ചു, സാധാരണ ഞാൻ ചെയ്യാത്തതാണ്, ഈ കാർഡ് എടുക്കണ്ട എന്ന് വിചാരിച്ച് അത് മാറ്റി വെച്ചു. എന്നിട്ട് അടുത്ത കാർഡ് എടുത്തു. അങ്ങനെ അടുത്ത സെറ്റിൽ നിന്ന് ഫോർവാർഡ് വന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ വരുന്ന എനർജിയുടെ ശക്തി. അതുപോലെയാണ്. എന്നിട്ട് ആ റീഡറോട് തന്നെ ഞാൻ പറഞ്ഞു, ഇത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് വിഷമം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് തന്നെ മറ്റൊരു കാർഡിൽ നിന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ റീഡിങ് കൊടുത്തത്. അപ്പോൾ ആ റീഡിങ് വാങ്ങിയ ആൾ ഇന്നും കാണുന്നുണ്ടാവും. ഇതുപോലെ സത്യസന്ധമായ കാർഡുകൾ വരുമ്പോൾ നമുക്കതിനെ മറിച്ചും തിരിച്ചൊന്നും പറയാനോ ഒരു കാർഡ് മാറ്റി വയ്ക്കാനോ അധികാരമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വേണമെങ്കിൽ സമീപിക്കുക. ഇവിടെ എന്തു പറയുന്നു അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. നിങ്ങൾ വരുന്നു, ഡീറ്റെയിൽ തരുന്നു, അതിനുശേഷം നിങ്ങൾ ക്യാഷ് അടച്ച ശേഷം മാത്രം മെസ്സേജുകൾ അയക്കുന്നു.
ഇതാണ്. പിന്നെ 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിങ് തരും. പരിഹാരം വേണമെങ്കിൽ ചില സമയങ്ങളിലാണ് അത് ചെയ്യാറ്. വന്നവർക്ക് അതറിയാം. ഇനി നമുക്ക് നോക്കാം. ടിൻ ഫ്ലെയിം എന്നാണ് പറയുന്നത്. രാധ ഓർമ്മകളുമായി ഇരിക്കുകയാണ്. എന്നാൽ അത് സഫലമായി. കണ്ണനും രാധയും മാറോട് ചേർന്നിട്ടുള്ള കാർഡും വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പവർഫുള്ളായ കാർഡുകൾ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പൂജ കഴിക്കുന്നുണ്ട്, മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ വന്നിരിക്കുന്നു ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. വാദം പക്ഷാഘാതമൊക്കെ വന്നിട്ടുണ്ട്. ദന്തരോഗങ്ങൾ വന്നിട്ടുണ്ട്. കുടൽ രോഗങ്ങൾ, വൊമിറ്റിംഗ്, ഫുഡ് അലർജിയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് രോഗമായി വന്നിരിക്കുന്നത്. അമിത മദ്യപാനമുണ്ട്. മനോവിഭ്രാന്തികളുണ്ടെന്ന് പറയുന്നുണ്ട്. വിഷാദ രോഗമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. ജോലി വന്നിരിക്കുന്നത് ഗതാഗതം വന്നിട്ടുണ്ട്. തപാൽ വകുപ്പ് വന്നിട്ടുണ്ട്. അധ്യാപകനാണ് എന്ന് പറയുന്നുണ്ട്. സർക്കാർ ജോലികളെല്ലാം വന്നിട്ടുണ്ട്. മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്. എഴുത്ത് സംബന്ധമായ ജോലികളാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന ബിസിനസ്സുകളാണ്. ഏത് ബിസിനസ്സും ആവാം. ഇതൊക്കെയാണ് ജോലി. ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവാൻ സാധ്യതയുണ്ട്. അവിചാരിത യാത്രകൾക്ക് സാധ്യതയുണ്ട്. കല്യാണാലോചന വരാൻ സാധ്യതയുണ്ട്. പങ്കാളിയിൽ നിന്നൊരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. കൊടുത്തത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതും ഒരു സാധ്യത തന്നെയല്ലേ. കൊടുത്തു കഴിഞ്ഞു, തരുന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിഹാരം മാത്രം വേണമെങ്കിൽ വന്നാലും ഞാൻ ചെയ്തു തരും. ഇനിയിപ്പോൾ അതിനൊരു വിഷമം വേണ്ട, ഞാൻ ചെയ്തു തരും. വേണ്ടവർ സമീപിക്കുക. 10,000 ചോദിക്കാത്തത് കൊണ്ട് മാറിപ്പോണ്ട. ഇനി അങ്ങനെ വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം. മറ്റുള്ളവർ ചെയ്യുന്നതിൽ പവർഫുള്ളായ പരിഹാരമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തുകയുടെ വലിപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞ് പരിഹാരത്തിൻ്റെ വലിപ്പം കുറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ഉഡായിപ്പിൻ്റെ ലോകമാണല്ലോ. ഞാനും കുറച്ച് ഉഡായിപ്പ് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ശീലമില്ല. അതാണ്. ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്ലേഫുൾനെസ്സാണ്. റെഡ് ഫ്ലാഗാണ്. റീകൺസിലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് തടസ്സമാണ്, ചിലർക്ക് തമാശയാണ്, ലുഡസ്, ചിലർക്ക് റീകൺസിലേഷനാണ്. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി ചിലർ ഹൃദയം തുറന്ന് സംസാരിച്ചില്ല. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ചോദിച്ചിട്ടാണോ ഞാൻ വീഡിയോ തരുന്നത്? അതുകൊണ്ട് തന്നെ ചോദിക്കാതെ തന്നെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇവിടെ 6 പെൻറ്റക്കൾ പോലെയാണ് നിങ്ങൾ. അങ്ങോട്ട് തരാൻ മാത്രമാണ് നമുക്ക് യോഗമുള്ളൂ. ഇങ്ങോട്ടൊന്നും തരില്ല, മേടിക്കും, അത്രേ ഉള്ളൂ. ഓസിന് കേട്ടിട്ട് പോവും. അല്ലാതെ ഒരു ലൈക്ക് ബട്ടണിലൊന്ന് കയ്യമർത്താനേ ഭയങ്കര പണിയല്ലേ, അതൊന്നും ചെയ്യില്ല. ഇനി സബ് ചെയ്താലേ നിങ്ങളുടെ അഹങ്കാരം കുറയില്ലേ അല്ലേ? അപ്പോൾ സബ് ചെയ്യാതെ ഒരുപാട് എണ്ണം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യാൻ നോക്കുക. പറഞ്ഞാലും കേൾക്കാത്ത സാധനങ്ങളാണ്. എന്നാൽ ഒലിപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി ഒന്നും പറയണ്ട, കോടികളും ലക്ഷങ്ങളൊക്കെ അങ്ങ് സബ് ചെയ്യും. ഒരു ലേഡി, ആരാത് പേരൊന്നും ഞാൻ പറയുന്നില്ല, ശരീരമൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു മെമ്പർഷിപ്പ് തുടങ്ങി. അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ 1000ങ്ങളാണ് അംഗങ്ങളായത്. ഞാനൊരു മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. 23 പേരൊറ്റുണ്ട്. 2 മാസമായി തുടങ്ങിയിട്ട്. അതാണ് രണ്ടിൻ്റെയും വ്യത്യാസം. തുണിയൊക്കെ അയച്ച് കാണിക്കുന്നവരെ 1000ങ്ങളോ 10,000ങ്ങളോ ഫോളോ ചെയ്തോളും. നിങ്ങൾക്ക് വഴി കാട്ടുന്ന മാർഗദർശി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നെ സപ്പോർട്ടേ ചെയ്യുന്നില്ല 20 പേരെ. ആലോചിച്ച് നോക്കണം. ഒരു പാത്രത്തിൽ ഇത്തിരി നന്മയും ഒരു പാത്രത്തിൽ ഇത്തിരി തിന്മയും വെച്ച് കഴിഞ്ഞാൽ തിന്മയുടെ പാത്രത്തിൻ്റെ ചുറ്റും കോടികളുണ്ടാവും. നന്മയുടെ പാത്രത്തിൻ്റെ ചുറ്റും 2 or 3 പേരുണ്ടാവും. ആ വ്യത്യാസം തന്നെയാണ് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചാനൽ ഒരിക്കലും വളരാത്തത്. എനിക്കും അവർ പറയുന്ന പോലെ മുന്നോട്ട് പോവും എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കത് അറിയാത്തത് കൊണ്ടാണ്.